നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു വെച്ചത് തൗഹീദ് ശിർക്ക് എന്നതിൻ്റെ അള്ളാഹുവിൻ്റെ റസൂലും ദീനും പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിനെ ആധാരമാക്കിയുള്ള അതിൻ്റെ നിർവചനമാണ്. തൗഹീദിന്റെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാ, തൗഹീദിന്റെ ശബ്ദം ലാ ഇലാഹ ഇല്ലല്ലാ, തൗഹീദിനെ സമ്പൂർണമായി ഉൾക്കൊള്ളുന്ന പദം ലാ ഇലാഹ ഇല്ലല്ലാ. ഇതിന്റെ നേരെ വിപരീതം ശിർക്ക്. ഇങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു വച്ചത്. കഴിഞ്ഞ തവണ വളരെ വിശദമായി ഊന്നിപ്പറയുകയും ചെയ്തു. തൗഹീദ് എന്നതും ശിർക്ക് എന്നതും വിശ്വാസ സംബന്ധിയായ, വിശ്വാസത്തിൽ മാത്രം വരുന്ന വിഷയമാണ്. വിശ്വാസവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയം. കർമ്മവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കർമ്മത്തിന്റെ പേരിൽ ഒരാളൊരു പ്രവൃത്തി ചെയ്താൽ തൗഹീദ് എന്ന് പറയാൻ പറ്റാത്തതുപോലെ ഒരാളുടെ ഒരു പ്രവൃത്തിയിൽ ശിർക്ക് എന്നും പറയാൻ പറ്റില്ല എന്നാണ് കഴിഞ്ഞ തവണ പ്രത്യേകം ഊന്നിപ്പറഞ്ഞ ഭാഗം. നമ്മൾ ഒന്നുകൂടി വിശദമായി ആ ഭാഗം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരാൾ മുഅ്മിനാവുക, ഈമാൻ ഉണ്ടാവുക എന്ന് പറയാറുണ്ട്. ഈമാൻ നഷ്ടപ്പെട്ടാലോ ഈമാൻ ഇല്ലെങ്കിലോ കാഫിറാവുക, കുഫർ എന്നും പറയും. ഈമാന്, കുഫർ, തൗഹീദ്, ശിർക്ക് എന്ന് പറയുന്ന ഈ സാങ്കേതിക സംജ്ഞകൾ, സാങ്കേതിക പദങ്ങൾ എല്ലാം കലർത്തി കൂട്ടിച്ചേർത്ത് ഓരോന്നുകൊണ്ടും ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാതെ കൈകാര്യം ചെയ്യുന്നതാണ് പലപ്പോഴും നമ്മെ അബദ്ധത്തിലെത്തിക്കുന്നത്. ഈമാൻ എന്ന് പറയുന്നത് വളരെ വിശാലമാണ്. ഈമാനിന്റെ കാര്യങ്ങളും വളരെ വിശാലമാണ്. ഈമാൻ കാര്യം എന്ന് നമ്മൾ പറയുമ്പോൾ 6 കാര്യങ്ങൾ പഠിക്കുന്നത് ഈമാനിന്റെ ബന്ധം, അടിസ്ഥാനപരമായ ബന്ധം മനസ്സിലാക്കിയാണ് 6 കാര്യം എന്ന് പറയാം. ഈമാൻ ഏതുമായി ബന്ധപ്പെടും? അള്ളാഹുവുമായി, അന്തൂമിന ബില്ലാഹി വ മലായികത്തിഹി, മലക്കുകളുമായി ബന്ധപ്പെടും. വ കുത്തുബിഹി, വേദങ്ങളുമായി ബന്ധപ്പെടും. വ റുസുലിഹി, അള്ളാഹുവിന്റെ മുർസലിങ്ങളും ദൂതന്മാരുമായി ബന്ധപ്പെടും. വൽ ആഖിരി, പരലോകവുമായി ബന്ധപ്പെടും. വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല, ഖദർ കൊണ്ടുള്ള വിശ്വാസം ഖദറുമായും ബന്ധപ്പെടും. ഇപ്പൊ ഈമാനിന്റെ ബന്ധങ്ങളാണ് 6 ഈമാൻ കാര്യങ്ങൾ നമ്മൾ പറയുന്നതിൽ അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ഹദീസിലുള്ളത്. അതാണ് നമ്മൾ 6 ഈമാൻ കാര്യം എന്ന് വിശദീകരിക്കാറുള്ളത്. ഈമാൻ കാര്യം എന്ന് പറയുന്നത് ഈ 6ൽ ഒതുങ്ങൂല. അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം എന്നതിന് തന്നെ ഒരുപാട് കാര്യങ്ങളില്ലേ, വിശ്വസിക്കൽ അനിവാര്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസത്തിലുണ്ട്. അങ്ങനെ ഈ 6 കാര്യങ്ങളിൽ ഓരോന്നുകൊണ്ടുള്ള വിശ്വാസത്തിലും വളരെ വിശാലമായി നീണ്ടുകിടക്കുന്ന ഒരുപടി കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന മേഖല ഈ 6 കാര്യത്തിലുമുണ്ട്. അതിനെ മൊത്തമായി സംക്ഷിപ്തമായി വിവരിക്കുമ്പോൾ ഈമാൻ എന്നതിന് നിർവചനം, എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്ന നിർവചനം പറയും. ആ നിർവചനത്തിന്റെ അകത്ത് എല്ലാ കാര്യങ്ങളും ഈമാനിൻ്റേത് ഉൾക്കൊള്ളുകയും ചെയ്യും. അങ്ങനെ പറയുകയാണെങ്കിൽ ഈമാൻ എന്താണെന്ന് ചോദിച്ചാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ദീനിൽപ്പെട്ടതാണെന്ന് അനിവാര്യമായും അനിഷേധ്യമായും അറിയപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളും അംഗീകരിക്കുക എന്നാണ് ഈമാൻ എന്നതിന് പറയുന്ന നിർവചനം. ഇത് നമ്മൾ വസ്തുതാപരമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈമാനിന്റെ നേരെ മാറ്റമാണ് കുഫർ. ഈമാൻ എന്നതിനിപ്പോ പറയുന്നത് അത്തസ്ദീഖു ബിമാ ഉലിമ ബിദ്ദറൂറത്തി അന്നഹു മിൻ ദീനി സയ്യിദനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങളുടെ ദീനിൽപ്പെട്ടതാണ്, നബി കൊണ്ടുവന്ന ദീനിൽപ്പെട്ടതാണ് എന്ന് അനിവാര്യമായും അനിഷേധ്യമായും ഖണ്ഡിതമായും അറിയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ വിശ്വസിച്ചെങ്കിലേ ഈമാൻ ഉണ്ടാവും. ഒരു കാര്യം അതിലേത് നിഷേധിച്ചാൽ കാഫിറാവും. നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവിനെ നിഷേധിക്കുക വേണ്ട. ഒരു സുന്നത്ത് നിഷേധിച്ചാലും ചിലപ്പോൾ കാഫിറാവും. ഒരു സുന്നത്ത് എന്താ സുന്നത്തിന്റെ, ആ നിഷേധിക്കാൻ കാഫിറാവുന്ന സുന്നത്തിന്റെ പ്രത്യേകത, അത് നബി തങ്ങൾ കൊണ്ടുവന്ന ദീനിൽപ്പെട്ടതാണ് എന്ന് അനിവാര്യമായും അനിഷേധ്യമായും അറിയപ്പെട്ട സുന്നത്താണെങ്കിൽ അത് നിഷേധിച്ചാലും കാഫിറാവും. നമ്മൾ പലപ്പോഴും അത് പെട്ടെന്ന് മനസ്സിലാവില്ല, സാധാരണ ചിന്തിക്കാറുമില്ല.
ഈമാൻകാര്യം ആറുണ്ടെങ്കിൽ ഈമാൻകാരുണ്ടെങ്കിൽ വിശ്വസിച്ചു എന്നാ പറയാം. അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിക്കുക എന്നതിന്റെ ഭാഗമാണ് നബിതങ്ങൾ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കുക. നബി കൊണ്ടുവന്നതാണ് എന്നതിന് എന്താണ് നമുക്ക് മാർഗം അറിയാൻ? നമ്മൾ പരമ്പരാഗതമായി ഉദ്ധരിച്ചു വരും. ഉദ്ധരിച്ചു കിട്ടുമ്പോൾ നമ്മളെ കയ്യിലെത്തുമ്പോഴേക്ക് കുറേ അവിശ്വാസികളോ അല്ലെങ്കിൽ വിശ്വസിക്കാനും വാക്കുകൊള്ളാനും പറ്റാത്തവരോ ഒക്കെ അതിൻ്റെ ഇടയിലുണ്ടാവും. അല്ലെങ്കിൽ പലതും കൂട്ടിച്ചേർത്തിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നബി കൊണ്ടുവന്നതാണ് എന്ന് നമ്മൾ കേട്ടതൊക്കെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നടക്കൂലല്ലോ. ഈമാനിന്റെ ഭാഗമായി അള്ളാഹുവിന്റെ റസൂലിന്റെ ദീനിൽപ്പെട്ടതായി അനിവാര്യമായും അറിയപ്പെട്ട എന്ന വ്യവസ്ഥ ഇതിനാണ്. അനിവാര്യമായും അറിയപ്പെട്ട എന്ന് പറയുന്നത് എന്തിനാണ്? നിഷേധിക്കാൻ പറ്റാത്ത വിധം തലമുറകളായി കൈമാറപ്പെട്ടു വരുന്നു അള്ളാന്റെ ദീനിൽപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ ആ കാര്യം നിർബന്ധമാണോ സുന്നത്താണോ എന്നൊന്നും നോക്കാതെ തന്നെ നമ്മൾ വിശ്വസിച്ചെങ്കിലേ ഈമാൻ ഉണ്ടാവൂ, അല്ലെങ്കിൽ ഈമാൻ ഉണ്ടാവില്ല. ഉദാഹരണം, നമ്മളെ കയ്യിന്റെ വിരലുമത്തെ നഖം മുറിക്കുക എന്നുള്ളത് ഇത് ദീനിൽ അറിയപ്പെട്ട ഒരു സുന്നത്താണ്. എന്ന മാതിരി മിസ്വാക്ക് എന്നൊന്നുണ്ടല്ലോ, ബ്രഷ് ചെയ്യൽ ദീനിൽ അറിയപ്പെട്ട ഒരു സുന്നത്താണ്. ഏതൊക്കെ നേരത്ത് ചെയ്യണം, ഏതൊക്കെ സമയത്ത് ചെയ്യണം, ഏതു ദിവസങ്ങളിൽ നഖം മുറിക്കണം, എങ്ങനെ മുറിക്കണം, ഇതൊന്നും അങ്ങനെ അനിഷേധ്യമായി അറിയപ്പെട്ട ലെവലിൽ നമുക്ക് കിട്ടൂല. മൊത്തമായി പറഞ്ഞാൽ നഖം മുറിക്കൽ സുന്നത്താണ്. ഇത് ദീനിൽ അനിഷേധ്യമായി അറിയപ്പെട്ട ഒരു കാര്യമാണ്. വാസ്തവത് സുന്നത്തേ ഉള്ളൂ. ഈ സുന്നത്ത് ഒരാൾ ചെയ്തില്ലെങ്കിൽ കുറ്റമൊന്നും കിട്ടൂല, അതിന്റെ പേരിൽ നരകത്ത് കിടക്കാനുമില്ല. പിന്നെ ആ സുന്നത്തിനെ നിഷേധിച്ചാലോ അത് ദീനിൽപ്പെട്ട കാര്യമായിരിക്കെ ആ കാര്യത്തെ നിഷേധിച്ചു ഒരാൾ, അള്ളാന്റെ ദീനിന്റെ ഭാഗമല്ല അത് എന്ന അർത്ഥത്തിൽ അയാളത് അംഗീകരിച്ചില്ലെങ്കിൽ ആ അംഗീകരിക്കാതെ കൊണ്ട് അയാൾ കാഫിറാവും, ഈമാൻ കിട്ടൂല അയാൾക്ക്. എന്താ വിഷയം? നബി തങ്ങളുടെ ദീനിൽപ്പെട്ടതാണെന്ന് അനിഷേധ്യമായി അറിയപ്പെട്ട ഒരു കാര്യത്തെ നിഷേധിച്ചു. അപ്പൊ ഈമാനില്ല. അക്കാര്യം കൂടി അംഗീകരിച്ചെങ്കിലേ ഈമാൻ കിട്ടുള്ളൂ. അതേപോലെ മിസ്വാക്ക് ചെയ്യൽ സുന്നത്താവുന്നു എന്ന് ഇസ്ലാം മതത്തിന്റെ നിയമമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. എപ്പോഴൊക്കെ മിസ്വാക്ക് ചെയ്യണം എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. ഏതൊക്കെ സമയത്ത് സുന്നത്തുണ്ടാകും എന്ന കാര്യത്തിൽ അനിഷേധ്യതല്ല. അതേ സമയത്ത് മിസ്വാക്ക് ചെയ്യുന്നത് അള്ളാന്റെ റസൂലിന്റെ ദീനിലെ ഒരു സുന്നത്താണ് എന്ന കാര്യം ഖണ്ഡിതമാണ്, അനിഷേധ്യമാണ്. ഇത് ഒരാൾ അംഗീകരിച്ചെങ്കിലേ ഈമാൻ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന ഈമാൻ കാര്യങ്ങൾ 5-6 മാത്രം പഠിച്ചു വെച്ച് അതുണ്ടെങ്കിൽ ഈമാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈമാൻ വാസ്തവത്തിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോകും. ഈ അർത്ഥത്തിൽ നമ്മൾ ഈമാനെ മനസ്സിലാക്കിയാൽ ഈമാൻ എന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ദീനിൽപ്പെട്ടതാണെന്ന് അനിഷേധ്യമായി അറിയപ്പെട്ട കാര്യങ്ങളെയൊക്കെ മനസ്സാ അംഗീകരിക്കുക എന്നതാണ് ഈമാനെങ്കിൽ, ഈ അംഗീകരണമില്ലാതിരുന്നാൽ അതാണ് കുഫ്ർ. അത് ഈമാനിന്റെ നേരെ മാറ്റമാണ്. ഈ കുഫറിൽ അള്ളാനെ കൊണ്ട് നിഷേധിക്കൽ മാത്രമല്ല പെടുന്നത്, റസൂലിനെ നിഷേധിക്കൽ മാത്രമല്ല പെടുന്നത്, വേദം നിഷേധിക്കൽ മാത്രമല്ല പെടുന്നത്, യൗമുൽ ആഖിർ അവസാന നാളോ പരലോകോ നിഷേധിക്കൽ മാത്രമല്ല പെടുന്നത്, അള്ളാന്റെ ദീൻ റസൂലുള്ളാഹി തങ്ങൾ കൊണ്ടുവന്ന് പഠിപ്പിച്ചത് അതിൽപ്പെട്ടതാണെന്ന് അനിഷേധ്യമായി അറിയപ്പെടുന്ന ഏത് കാര്യവും നമ്മുടെ വിശ്വാസകാര്യത്തിൽ അപ്പോൾ ഉൾക്കൊള്ളുകയാണ്. ഇതെല്ലാം അംഗീകരിക്കുമ്പോഴാ ഈമാൻ. ഇതിലേതെങ്കിലും ഒന്ന് അംഗീകരിച്ചില്ലെങ്കിൽ അപ്പം വരും കുഫർ. വിശാലമാണ്. അതേപോലെ തന്നെ ഈമാൻ കുഫർ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി മനസ്സിന്റെ അകത്തെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ചില പ്രവൃത്തികൾ കൊണ്ട് ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോകും, മുർത്തദ്ദാകും എന്ന് പറയുന്ന ചില പ്രവൃത്തികളുണ്ട്. മുർത്തദ്ദായി പോകുന്ന ചില വാക്കുകളുണ്ട്. അവിടെ നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത് പരിഗണിക്കാതെ തന്നെ ഈ വാക്കോ ഈ പ്രവൃത്തിയോ ഉണ്ടായാൽ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കാഴ്ചപ്പാടിലും മുസ്ലിമീങ്ങളുടെ സമൂഹത്തിന്റെ കാഴ്ചപ്പാടിലും നമ്മൾ ആരാണ് മുസ്ലിം ആരാണ് കാഫിർ എന്ന് തീരുമാനിക്കണമല്ലോ. എന്തിന് തീരുമാനിക്കണം? മുസ്ലിമീങ്ങളെ ഖബർസ്ഥാനിൽ മറമാടാന്, മുസ്ലിമീങ്ങൾ ചെയ്യും പോലെ മയ്യത്ത് പരിപാലിക്കാന്, ഇതൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ മുസ്ലിമാണോ തീരുമാനിക്കണം. സക്കാത്ത് കൊടുക്കാന്, നമ്മളെ സക്കാത്ത് കൊടുത്ത് വീട്ടാൻ പറ്റുന്ന ആളാണോ നോക്കാന്, ഉദഹിയത്തിന്റെ മാംസം കൊടുക്കാന്, ഇതിനൊക്കെ നമ്മൾ നോക്കും അത് മുസ്ലിമാണോ കാഫിറാണോ എന്നൊക്കെ. അങ്ങനെയുള്ള മുസ്ലിം എന്ന് മനസ്സിലാക്കാൻ നമ്മൾ അവരെ മാനദണ്ഡമാക്കുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങളും വളരെ വിശാലമാണ്.
അതിലേതെങ്കിലും ചില പ്രവൃത്തികൾ, നിശ്ചിതമായ പ്രവൃത്തികൾ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോകുന്നത് നിശ്ചയിക്കപ്പെട്ടതുണ്ട്. അതുണ്ടായാൽ അയാൾ ഇസ്ലാമെന്ന് പുറത്തുപോയി, അയാൾ കാഫിറാണ്, മുർത്തദാണ് എന്ന് വിധിപ്പോകും. അതിൽപ്പെട്ട ഒരു കാര്യമാണ്, ഉദാഹരണമായി മുസഹഫിന്റെ കഷ്ണം ഒരാളങ്ങ് ചീന്തി, നിസ്സാരമാക്കിയിട്ടാണല്ലോ ചീന്തുന്നത്. മുസഹഫിന്റെ കഷ്ടമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരാൾ മുസഹഫിന്റെ കഷ്ണം ചീന്തി. അങ്ങനെ മുസഹഫിന്റെ കഷ്ണം ചീന്തിയാൽ ഇതൊരു പ്രവൃത്തിയാണ്. അയാളെ വിശ്വാസമൊന്നും പെട്ടെന്ന് നോക്കാതെ ഇസ്ലാമിക സൊസൈറ്റിയിൽ, ഇസ്ലാമിക സമൂഹത്തിൽ അയാളെക്കുറിച്ച് വിധി എഴുതുക, അയാൾ കാഫിറാണ്, മുർത്തദാണ് എന്നാണ്. അപ്പൊ കാഫിർ എന്ന് പറയാൻ ചില കർമ്മങ്ങൾ കൊണ്ട്, ചില വാക്കുകൾ കൊണ്ട്, ചില കരുത്തുകൾ കൊണ്ട്, ഇതുകൊണ്ടൊക്കെ കാഫിർ എന്ന് വിധിക്കുവാൻ പറ്റും. എന്നാൽ ഈ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ഗൗരവമേറിയതും വളരെ പരിമിതമായി അള്ളാഹുവുമായി മാത്രം ബന്ധപ്പെട്ട വിശ്വാസത്തിൽ വരുന്നതുമായ അതികൂറ്റൻ കുഫർ, വലിയ കുഫറാണ് നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ശിർക്ക്. ഏതുപോലെ ഈമാനിന്റെ നിരവധി കാര്യങ്ങളിൽ നിന്ന് ഏറ്റവും ബൃഹത്തായ, മഹത്തായ, അടിസ്ഥാനപരമായ കാര്യമാണ് തൗഹീദ് എന്ന് പറയുന്ന ആ ഭാഗം.